അപ്പൊ ഇങ്ങോട്ട് അടിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഫോണിൽ. അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് അവള് അവിടെയൊക്കെ ഒതുകളൊക്കെയല്ലേ ഇവിടെയൊക്കെ തല തെക്കോട്ട് പോകാറായി. അതാണ് തത്തയിലാജ് കാണിക്കുന്നത്. എന്റെ മലയാളത്തെ ഇവിടെയൊക്കെ തല തെക്കോട്ട് പോകില്ലയോ, അത് തെക്കോട്ട് എടുക്കത്തില്ലേ എന്റെ മലയാളത്തെ അമ്മ ഇങ്ങനെ ഉപയോഗിക്കുന്നാല്. പിന്നെ ഇട്ടേക്കുവാ ഇടുക പിന്നെ അവിടെയൊക്കെ ഒതുക്കലത്തെ വിടിയില്ല ഇത്. അതൊക്കെ എന്റെ മലയാളപ്പഴേ അമ്മേ ഇവിടെയൊക്കെ തല തെക്കോട്ട് എടുത്തോളൂ, തെക്കോട്ട് എടുക്കണേ എന്റെ ഭഗവാനെ, എന്റെ മലയാളപ്പഴേ അമ്മേ. പലപ്പോഴും ഞങ്ങൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പലപ്പോഴും വിളിച്ച് പറയുന്നുണ്ട് ഈ 323 നമ്പർ രജിസ്റ്റർ ചെയ്താണ്. ഇപ്പം കേൾക്കാവോ? ആ ഞങ്ങൾ എന്റെ അമ്മയെ മുമ്പേ സംസാരിച്ചത് 88 വയസ്സുണ്ട്. ഞങ്ങൾ 323 നമ്പർ SNDP മന്ദിരത്തിന്റെ കിഴക്കേ വീടാണ്. ഞങ്ങൾ പലപ്പോഴും അവിടെ വന്ന് പരാതി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ പുകയിട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ പുകയിടുക, നമുക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യ, അതുപോലെ ഇങ്ങോട്ട് പുകയിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാക്കണ്ട. ഇതെന്തോ ഇങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയതാ പുക. ഞങ്ങൾക്ക് ഇതാക്കി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇവന്മാര്. സ്ഥലം ഒലകത്തി അമ്പലം ഒരു 323 നമ്പർ SNDP IOB ഇല്ലേ സാറേ, നമ്മുടെ ഒരു ഡിവോഴ്സ് ആണ്. നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കുക, ഇവന്മാർക്ക് ഇൻഷുറൻസ് മോഷ്ടിക്കണം എന്നെ വെച്ച്. അതിനായിട്ടാണ് ഇവന്മാർ പല രീതിയിൽ നോക്കുക നമ്മളോട്, പല രീതിയിൽ ഇൻഷുറൻസ് മോഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ കൊണ്ട് കഥ ഉണ്ടാക്കുക, ആരാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, നമ്മുടെ ക്യാമറ ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്, ക്യാമറ ഓഫ് ആക്കുക. അതുപോലെ ഇങ്ങനെ നമ്മുടെ പവർ ഓഫ് ചെയ്യുന്നത്. കാരണം ആദ്യമേ പവർ ഒരു പ്രാവശ്യം പോയപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു വെച്ച് പറഞ്ഞ് അത് സ്ഥിരത്തേക്കാണ്. അതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ 11-12 വന്നിട്ട് എന്റെ ഫോൺ ഇരിപ്പുണ്ട്, അതെല്ലാം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞ് മീറ്റർ നോക്കാനപ്പോൾ മീറ്ററിനകത്ത് ലൈറ്റ് വല്ലതും ഉണ്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് വന്നു. എന്നിട്ട് അവര് വിചാരിച്ച് കറണ്ട് വന്നില്ലെന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇവിടെ ആളിനെ വെച്ച് അങ്ങനെ നമ്മളുടെ ഇത് എന്തോ ചിപ്പൊക്കെ വെച്ച് ഒരു കൺട്രോൾ ചെയ്യുക, നമ്മുടെ മോട്ടർ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഫാൻ എന്തുവാ കുറയ്ക്കുക, കൂട്ടുക, ഫാനിന്റെ സ്പീഡ്, അങ്ങനെ പല രീതിയിൽ ഇവന്മാർ നമ്മളെ ഉപദ്രവിക്കുക. പല ആളുകൾ നമ്മുടെ വീട്ടിൽ വരുന്നത് പറഞ്ഞ് നമ്മളെ കുറിച്ച് കഥ ഉണ്ടാക്കി. ഇത് പണ്ട് നടന്നതാണ്. എന്തോ അയലത്തുള്ളവരാണ് നമ്മുടെ വീട് കയറി ഭരിക്കാൻ നോക്കുക അവന്മാര്. എന്നിട്ട് നമ്മള് പേരെന്തോ സോമരാജ് എന്ന് പറയുന്ന അവരുടെ ഒരു വീട്ടുകാര്, മോഹൻ സിംഗ്, സോമരാജ്, ശ്രീലത, പിന്നെ അവിടെ ഉള്ളവരെല്ലാം വന്ന് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട് അവിടോട്ട് വരിക, ഒരു കച്ചേരി വെക്കാൻ വരിക. എന്നിട്ട് ഞാൻ അവന്റെ കൂടെ ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പല നാടകങ്ങൾ അതിനുവേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ക്യാമറ ഓഫ് ആക്കുക. ഇങ്ങനെ പല ആളുകൾ അവരുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. അതുപോലെ ഒരു ഉത്തരവന്നെ എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. 2019 5 CCTV ക്യാമറ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കഥ ഉണ്ടാക്കിയത്. ഇതിനെല്ലാം തെളിവ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവൻ ഇതുപോലെ ഇങ്ങനെ പോകുക, നമ്മൾ എന്റെ അമ്മയെ വിളിക്കുമ്പോൾ അവൻ ചീത്ത വിളിക്കുക, അമ്മേന്ന് ഞാൻ വിളിക്കുമ്പോൾ പാല് കൊടു, അങ്ങനെ കൊടു, ഇങ്ങനെ കൊടുന്ന് പറഞ്ഞ് അവനൊന്ന് ചീത്ത വിളിക്കുക നമ്മള്. ഇതുപോലെ ഞാൻ ഇന്നലെ ഇതുപോലെ ഈ വഴി എന്റെ വീട്ടിൽ തൊട്ട് വഴിയെന്ന് പറയുന്നത് അവനിങ്ങനെ പോകും. നമ്മൾ ആർക്കോ ഫോൺ ചെയ്യുകയാണ്, നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇവരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ പോകുമ്പോൾ നമ്മൾ മിണ്ടരുത്, നമ്മളെ ഭീഷണി പഠിച്ച ഇവരെ ഭയങ്കര രോഗമാണ്. എന്നിട്ട് പിന്നെ ഇവർ ചീത്ത വിളിച്ചിട്ട് പറയാ നമ്മൾ അവനെ ഏതാണ്ട് പറഞ്ഞു. നമ്മുടെ ഈ തെളിവ് സൈഡിൽ ഇരിപ്പുണ്ട്. ഇവൻ പോകുമ്പോ ഇവൻ പറയുന്നതിന് തെളിവ് ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. എന്നിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രമാണം കഴിക്കലാക്കണം, അങ്ങനെ പല രീതിയിലുണ്ട് ഇവര് അതിനായിട്ട് നടക്കുക ഇവര്.
ഞാൻ ഒരു ഡിവോഴ്സ് ആണ്, നമ്മുടെ സ്വത്ത് മുതലും കഴിക്കലാക്കണം, എങ്ങനെയെങ്കിലും എന്നെയും, എനിക്കൊരു കുഞ്ഞുണ്ട്, അത് അയാളുടെ കൂടാണ്. ഇവൻ ചോദിക്കാം നിന്റെ ഭർത്താവ് എന്തിയേടി, നമ്മൾ ഡിവോഴ്സ് ചെയ്തതാ, അവൻ എന്തിയേടി, ബിജു അവനൊരു വക്കീല, ബിജു പി എന്തിയേടി, എന്താടി അവൻ പോയത്, നിന്റെ കൊച്ചെന്തിയേടി, ഇതൊക്കെ ഇവനാരാ സാറേ ചോദിക്കാൻ? നമ്മള് കോടതി, ഫാമിലി കോടതി വഴി ഡിവോഴ്സ് ചെയ്ത് ഇതൊക്കെ ചോദിക്കുന്ന അധികാരം ഇവനാരാ സാറേ? സുപ്രീം കോടതി വല്ലതാണോ? സുബ്രഹ്മണ്യൻ സാർ ഇവൻ ചോദിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പിന്നെ പറയുന്നതെല്ലാം സാറെ പറയാൻ കൊള്ളാത്തതാ നമ്മുടെ കയ്യിലെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ CD ആക്കി കോടതിയിലും കൊടുക്കാണ് ഇവന്റെ. ഇവൻ അതുപോലുള്ള അഹങ്കാരം പറയുന്നത്. എന്തോ നിനക്ക് അത് വേണോട്ട് ഇവൻ തുണി പൊക്കി കാണിക്കുക സാറേ, തുണി പൊക്കിയിട്ട് അവിടെ പിടിച്ചു കാണിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്തോ സാറേ ജീവിക്കണ്ടായോ നിങ്ങൾക്ക്? ഇവൻ തുണി പൊക്കിയിട്ട് അവന്റെ അവയിലൊക്കെ പിടിച്ചു കാണിച്ചില്ലേ? എന്തോ സാറേ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ? ഇതിനെക്കൊണ്ട് പൊറുതി മുട്ടി. അവന്റെ പേര് സുബ്രഹ്മണ്യൻ, ഇവനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. പിന്നെ അവർക്കറിയാം നാക്കെടുത്ത ചെറിയ പറയത്തുള്ളത്. നമ്മളെ കൊണ്ട് കഥ ഉണ്ടാക്കാൻ ഒക്കത്തില്ല സാറേ. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. അതുപോലെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, അദ്ദേഹം രാജസ്ഥാനിയാണ്. നിന്റെ ഹിന്ദിക്കാരൻ എന്തിയാടി, അവരെന്തിയാടി, മറ്റവരെന്തിയാടി, ഇവനെ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നത്. ഇവര് വേറെ ജോലിയൊന്നുമില്ല. എന്റെ മോക്കെ ആ ഉണ്ട് സാറേ, അവനുണ്ടോ എന്റെ വീട്ടില്?